അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എനർജി മീറ്റർ എന്ത് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ എനർജി മീറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുക, നമ്മുടെ വീട്ടിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരു സാധനമാണ് എനർജി മീറ്റർ. അപ്പോൾ അതിൽ നമ്മുടെ കറണ്ട് ബില്ല് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ എനർജി മീറ്ററിനെ പറ്റിയുള്ള വേറെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ശരിക്കും നടക്കുന്നത്, നമ്മുടെ ഉപയോഗം, വൈദ്യുതിയുടെ ഉപയോഗം റെക്കോർഡ് ചെയ്യപ്പെടുക ചെയ്യുന്നത്. അതായത് ഒരു മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ റെക്കോർഡ് ചെയ്യപ്പെട്ട് അതനുസരിച്ച് ഓരോ യൂണിറ്റിനും പൈസ മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ റെക്കോർഡിംഗ് ആണ് പ്രധാന ജോലിയാണ് ചെയ്യുന്നത്. അതിൽ ഇൻഡിക്കേഷനും ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും റെക്കോർഡ് ആണ് ഒരു പ്രധാന സംഭവം. വോൾട്ടേജും കറണ്ടും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നതെങ്കിലും അതിൻ്റെ പ്രധാന ജോലി റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇൻസ്ട്രുമെൻറ്റ് യൂസ് ഫോർ റിമൂവിങ് ഇൻസുലേഷൻ ഓഫ് വയർ. വയറിൻ്റെ ഇൻസുലേഷൻ കളയാൻ വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? വയർ പുള്ളർ എന്ന് പറഞ്ഞാൽ നമ്മൾ വയർ വലിക്കാൻ ഉപയോഗിക്കുന്ന, പൈപ്പിലൂടെ ഉപയോഗിക്കുന്ന സാധനം. വയർ കട്ടർ നമ്മൾ വയർ കട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ക്രിമ്പിംഗ് ടൂളാണെങ്കിൽ ലെഗുകൾ കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയാണ് ഇൻഡസ്ട്രിയൽ പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ വയർ സ്ട്രിപ്പറാണ് നമ്മൾ ഇൻസുലേഷൻ കളയാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻസുലേഷൻ ഫെയിലിയർ ആവുന്ന അല്ലെങ്കിൽ കേടാവുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കറണ്ട് കൂടുതൽ ഓവർ കറണ്ട് ആയാലും, അബ്രേഷൻ വിത്ത് ഷാർപ്പ് എഡ്ജ്, മൂർച്ചയുടെ ഒരു ഭാഗമുള്ളൊരു ഇതിൽ തട്ടി ഇൻസുലേഷൻ പോവുകയോ, ഹൈ ടെമ്പറേച്ചർ, പിന്നെ ഈ മുകളിൽ പറഞ്ഞതല്ല. അപ്പോൾ മുകളിൽ പറഞ്ഞ എല്ലാം തന്നെ ഇതിനൊരു കാരണമാണ്. അതായത് ഓവർ കറണ്ട് വന്നു കഴിയുമ്പോൾ അധികമായിട്ട് ഹീറ്റ് വരും, അങ്ങനെ അതൊക്കെ ആ ഇൻസുലേഷൻ ഒരുക്കി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഏതെങ്കിലും ഈ റഫായിട്ടുള്ള ഒരു ട്രേ, ഇപ്പോൾ കേബിൾ ട്രേ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ ഷാർപ്പ് എഡ്ജിൽ കൂടെയൊക്കെ നമ്മൾ കൊണ്ടുപോയാൽ ചിലപ്പോൾ കേബിളിൻ്റെ ഇൻസുലേഷൻ കട്ടാവാം. ഈ GI പൈപ്പിലൂടെയൊക്കെ വലിക്കുമ്പോഴത്തേക്കും അതിൻ്റെ എഡ്ജിലൊക്കെ തട്ടി അതിൻ്റെ ഇത് കട്ടാവും. അതാണ് അബ്രേഷൻ പറയുന്നത്. ഹൈ ടെമ്പറേച്ചർ വഴിയും എന്തെങ്കിലും കാരണത്താൽ ഓവർ ഹീറ്റായി ടെമ്പറേച്ചർ വഴിയും നമുക്ക് ഇൻസുലേഷൻ്റെ ഗുണനിലവാരം നഷ്ടപ്പെടാം. ഇവിടെ മോയ്സ്ചർ അകത്ത് കയറുക, കെമിക്കലായിട്ടോ UV റേഡിയേഷനായിട്ടോ വൈബ്രേഷൻ വഴി പല രീതിക്ക് നമുക്ക് ഇൻസുലേഷൻ നഷ്ടപ്പെടാം. പിന്നെ ഇൻസുലേഷൻ ചെയ്തൊരു രീതി തെറ്റായാലും പിന്നെ വർഷങ്ങളോളം നിന്ന് ഇൻസുലേഷനൊക്കെ ഒരു ഇത്ര ഏജ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടമാവും. അടുത്ത ചോദ്യം, സ്റ്റാർ റേറ്റിംഗ് ഓൺ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഷോ ഇറ്റ്സ്. അതായത് നമ്മുടെ വൈദ്യുതി ഉപകരണങ്ങളിൽ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, 5 സ്റ്റാർ 4 സ്റ്റാർ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? കൂടുതൽ വിലയാണോ, പുതിയ മോഡലാണോ, ഇലക്ട്രിക്കൽ സേഫ്റ്റിയാണോ, എനർജി എഫിഷ്യൻസിയാണോ, എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി, എനർജി എഫിഷ്യൻസിയാണ് നമ്മുടെ സ്റ്റാർ റേറ്റിംഗ് കൊണ്ട് കാണിക്കുന്നത്. 5 സ്റ്റാർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കും. 1 സ്റ്റാർ ഉള്ളെങ്കിൽ ഏറ്റവും കുറഞ്ഞ എഫിഷ്യൻസിയാണ്, ഊർജ്ജക്ഷമത എന്ന് നമ്മൾ പറയും. അപ്പോൾ ശരിക്കും റേറ്റിംഗ് വെച്ച് നമുക്ക് ഏറ്റവും കുറഞ്ഞ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതായത് ഒരു ഫ്രിഡ്ജ് എടുക്കുകയാണെങ്കിൽ തന്നെ അത് പല എനർജി റേറ്റിങ്ങിലുണ്ടാവും. അപ്പോൾ 5 സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അതിൽ ഏറ്റവും കുറഞ്ഞ ഇലക്ട്രിസിറ്റി ബില്ലേ വരുള്ളൂ. അത് ഏറ്റവും കുറവ് എനർജിയെ കൺസ്യൂം ചെയ്യുള്ളൂ. പിന്നെ അങ്ങനെ മാത്രമല്ല, പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന കുറവായിരിക്കും. അപ്പോൾ മെയിനായിട്ട് എനർജി കൺസംഷൻ, പവർ ഫാക്ടർ, പല ലോഡുകളിലുള്ള എഫിഷ്യൻസിയൊക്കെയാണ് ഈ സ്റ്റാർ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അത് റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷൻ, ഫാൻ, പമ്പ്, മോട്ടർ, LED, ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ആയിട്ടുള്ള പല സാധനങ്ങളിലും നമുക്ക് കാണാം. അപ്പോൾ എനർജി കോസ്റ്റ് സേവ് ചെയ്യും. നമ്മുടെ ഇതിൻ്റെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്നൊക്കെ പറഞ്ഞ് പ്രകൃതിക്ക് വാതകം, ആവശ്യമില്ലാത്ത പല വാതകങ്ങളും എമിറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. അതിനൊക്കെ നമുക്ക് വരും. എക്യുപ്മെൻറ്റിൻ്റെ ലൈഫ് സ്പാനും കൂടുതലായിരിക്കും. അത് കുറേ കാലം കൂടി നിൽക്കും നമ്മൾ സ്റ്റാർ റേറ്റിംഗ് കൂടിയ സാധനം മേടിച്ച് കഴിഞ്ഞാൽ. ഇത് പല അങ്ങനത്തെ എനർജി റേറ്റിംഗ് ഉണ്ട്. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയാണ് നമ്മുടെ ഇന്ത്യയിൽ, അവരാണ് ഈ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത്. അപ്പോൾ റെഫ്രിജറേറ്റർ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 15% കുറച്ച് എനർജി ആയിരിക്കും ഈ 5 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ളൊരു റെഫ്രിജറേറ്റർ 1 സ്റ്റാറിന് കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. 1500 രൂപയൊക്കെ വെച്ച് വെറുതെ ഒരു ഇതാണ് പറയുന്നത്, ലാഭം വരും. പിന്നെ ഈ മറ്റേ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ
എമിഷൻ 150 കിലോ പെർ ഇയർ വരെയൊക്കെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഭയങ്കര ഒരു സ്കോപ്പുള്ള ഏറ്റവും നല്ല എഫിഷ്യൻ്റായിട്ട് സാധനം എടുക്കുകയാണ് നമുക്ക് ഒരു ലോങ് ടൈം ബെനിഫിറ്റ് തന്നെ, ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് ഗുണം തരുന്നത് എപ്പോഴും 5 സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കും. പിന്നെ ഇതിൽ മെയിൻ സ്വിച്ചിൽ എവിടെയാണ് ഫ്യൂസ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത് അത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ഇത് തന്നെ വന്നിരുന്നതാണ്. അപ്പോൾ ഫേസിലാണെന്നുള്ള കാര്യം, ഓപ്ഷൻ ബി ആണെന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ബി സീരീസ് MCBs ടു ബി യൂസ്. അപ്പോൾ ഈ നമ്മുടെ MCBക്ക് പല സീരീസ് ഉണ്ട്, B, C, D, K എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കിയേക്കാം. അപ്പോൾ MCBയുടെ ഉപയോഗം നമുക്ക് എന്തിനാണെന്ന് ഓൾറെഡി അറിയാമല്ലോ. ഫ്യൂസിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. ട്രിപ്പാവും, ഓവർലോഡിലും ഷോർട്ട് സർക്യൂട്ടിലും ട്രിപ്പാവുന്ന ഒരു സംവിധാനമാണ് MCB എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അത് ഓവർലോഡിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ടിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് MCB ഞാനിപ്പോൾ 3 എക്സാമ്പിൾ കാണിക്കാം. B കർവ്, C കർവ്, D കർവ് എന്ന് പറഞ്ഞ് 3 തരം MCBകളുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഏത് റേറ്റിങ്ങിൻ്റെ സാധനം മേടിക്കാൻ കിട്ടും. ഇപ്പോൾ 10 ആമ്പയർ, 6, 10 അങ്ങനെ പല റേറ്റിങ്ങിൽ നമുക്ക് കിട്ടും. MCBയുടെ സ്റ്റാൻഡേർഡ് റേറ്റിംഗ് കാണാം. 1, 2, 3, 4, 6 ഉണ്ട്, 10, 16, 20 അങ്ങനെ. അതാണ് അതിൻ്റെ ഒരു റേറ്റിംഗ്. സ്റ്റാൻഡേർഡ് 32, 40, 50, 61, 80, 100 അങ്ങനെയൊക്കെ പോകും. ഈ 6 ഒക്കെയാണ് നമ്മൾ പുതിയ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് 6, 10, 16, 20 അതൊക്കെയാണ് കൂടുതൽ നമ്മുടെ വീടുകളിൽ വരാറുള്ളത്. 1, 2, 3, 4 ഒക്കെ കുറച്ച് കൺട്രോൾ വയറിങ് നമ്മുടെ പാനലുകളിലൊക്കെയാണ് ഉപയോഗം വരുന്നത്. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് വരുവാണ്. നമ്മുടെ കർവ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിൻ്റെ അകത്തുണ്ട്. B, C, D എന്നൊക്കെ പറഞ്ഞ കർവ് ഉണ്ട്. അപ്പം നിങ്ങൾ MCB ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, ചിലത് B10 എന്ന് എഴുതിയിട്ടുണ്ടാവും, ചില C10 അല്ലെങ്കിൽ C6 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. ഇതായിപ്പോൾ ഇതിൽ കാണാം C20 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത് കാണാം. അപ്പോൾ ഈ C എന്ന് പറഞ്ഞ ആ ഒരു സംഭവമാണ് കർവ്. 20 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംബിയർ റേറ്റിംഗ്. അപ്പോൾ C6 വരാം, C10 വരാം. ഞാൻ നേരത്തെ കാണിച്ച അത്ര റേറ്റിങ്സ് ഒക്കെ ഇതിൽ വരാം. അപ്പോൾ C ആണ് അതിൻ്റെ കർവ്. അപ്പോൾ അതെന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു C20 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ച് തന്നെ പറയാം. C20 എന്ന് പറഞ്ഞാൽ 20 ആംബിയറിലാണ് അതിൻ്റെ മാക്സിമം കറണ്ട് റേറ്റിംഗ്. പക്ഷെ അത് ട്രിപ്പാവാൻ വേണ്ടി, അതായത് നമ്മുടെ ഓവർലോഡ് വരുമ്പോഴത്തേക്കും ട്രിപ്പ് ആവണമെങ്കിൽ, ഓവർലോഡ് തെർമലി ഓവർലോഡ് ആകുമ്പോൾ ട്രിപ്പ് ആവാൻ 5 to 10 ഇരട്ടി കറണ്ട് വന്നാലാണ്. അതായത് ഈ ഇപ്പോൾ പറഞ്ഞ ഇതിൽ നമുക്കൊരു 5 ഇരട്ടി കറണ്ട് വരുമ്പോഴത്തേക്കായിരിക്കും അത് പതുക്കെ ഓവർലോഡായിട്ട് ട്രിപ്പ് ആവാനുള്ള സാധ്യത വരുന്നത്. ഷോർട്ടാകുമ്പോൾ എന്തായാലും അത് ട്രിപ്പാവും, അതിൻ്റെ കോയിൽ വർക്ക് ചെയ്തത് ട്രിപ്പാവും. ഓവർലോഡിൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് അനുസൃതമായിട്ടായിരിക്കും അത് വർക്കാവുന്നത്. അതേപോലെ നമ്മളിപ്പോൾ ചോദ്യത്തിൽ B കർവ് എന്നാണ് പറയുന്നത്. B കർവ് 3 to 5 ഇരട്ടി ആയിട്ടുള്ള B കർവ് 3 to 5 ഇരട്ടി കറണ്ട് വരുമ്പോഴായിരിക്കും അത് ട്രിപ്പ് ആവുന്നത്. നമ്മൾ സാധാരണ അത് ഉപയോഗിക്കുന്ന റെസ്റ്റീവ് ആയിട്ടുള്ള ലോഡുകൾ, റെസ്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൾബൊക്കെ റെസ്റ്റീവ് ലോഡിലൊക്കെ പെടുന്ന സാധനമാണ്. C കർവ് MCB ആണ് നമ്മുടെ ഇൻഡക്റ്റീവ് ലോഡായിട്ടുള്ള വീട്ടിൽ ഓർഡിനറി മോട്ടറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. 5 to 10 ഇരട്ടി ഓഫ് ദ റേറ്റിൽ കറണ്ട് വരുമ്പോഴാണ് അത് ട്രിപ്പ് ആവുന്നത്. D കർവ് കുറച്ച് കൂടിയ ഇതിൽ, അതായത് സ്പെഷ്യൽ ടൈപ്പ് മോട്ടർ UPSനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. 10 ഇരട്ടിയോ 20 ഇരട്ടിയൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ട്രിപ്പിംഗ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞൊരു കാര്യം എന്താ, വായിക്കാം നമുക്ക്. ഫ്യൂസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ MCBക്ക് മേന്മ കൂടുതലാണ്. പക്ഷേ ഏതെങ്കിലും നമ്മൾ ഈ തോന്നിയ രീതിയിൽ ഇതിൻ്റെ കർവ് ശ്രദ്ധിച്ചെടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ, അനുയോജ്യമായിട്ടുള്ള ഇത് തിരഞ്ഞെടുത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ സർക്യൂട്ടിൽ ഉപകരണങ്ങൾക്ക് ഉദ്ദേശിച്ച സംരക്ഷണം കിട്ടില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇൻഡക്റ്റീവ് ലോഡ് പോലത്തെ ഇതിന് ഒരു ഈ കുറഞ്ഞ സാധനം ഉപയോഗിച്ചാലും പ്രശ്നമാണ്. നമുക്ക് അനാവശ്യമായിട്ട് ട്രിപ്പിംഗ് ഉണ്ടാവും. അത് ചിലപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഓവർ കറണ്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അത് തെറ്റിദ്ധരിക്കപ്പെടും ഷോർട്ടായിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ സ്റ്റാർട്ടിങ് കറണ്ട് അത്രയും വരും, എന്നിട്ട് അതിന് ശേഷം നോർമൽ ആവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. അതാണ് ഈ സ്പെഷ്യൽ ടൈപ്പ് മോട്ടറുകൾക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് കറണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മളതിന് അത് കഴിഞ്ഞ് നോർമലി അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളത് ചിലപ്പോൾ ഒരു 20 ആമ്പയർ മതി എന്ന് വയ്ക്കുക. അപ്പോൾ പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ 10 ഇരട്ടിയോ 7 ഇരട്ടിയൊക്കെ കറണ്ട് വരുമായിരിക്കും. അപ്പോൾ ആ ടൈമിൽ അത് ട്രിപ്പാവാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടല്ല, ഓണാക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഈ B, C, D എന്ന് പറഞ്ഞ 3 കർവ്. ഇനിയുണ്ട് K എന്നൊക്കെ പറഞ്ഞ കർവുകളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു റെസ്റ്റീവ് ലോഡ് ആയിട്ടുള്ള ഇതിലാണ് ഉപയോഗിക്കുന്നത്, അതായത് ലൈറ്റ് സർക്യൂട്ടുകളിലാണ് നമ്മൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളതിൽ മനസ്സിലാക്കി വയ്ക്കുക.
അടുത്ത ചോദ്യം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു എന്ന് വിചാരിക്കുന്നു. കാരണം മിനിമം ക്ലിയറൻസ് ബിറ്റ്വീൻ ബോട്ടം മോസ്റ്റ് പോയിൻറ്റ്, സീലിംഗ് ഫാനിൻ്റെ ഏറ്റവും അടിഭാഗവും എൻ്റെ ഫ്ലോറും തമ്മിൽ ഏകദേശമല്ല മിനിമം എത്ര ഹൈറ്റ് ഡിഫറൻസ് വേണം എന്നുള്ളത്. നമ്മുടെ തറയിൽ നിന്ന് സീലിംഗ് ഫാനിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ 2.4 മീറ്ററാണ് വരേണ്ടത്. MCB പറഞ്ഞ സ്ഥിതിക്ക് MCBയുടെ സിമ്പിളും കൂടി നമുക്കൊന്ന് നോക്കിയേക്കാം. MCBയുടെ സ്റ്റാൻഡേർഡ് സിമ്പിൾ ഞാൻ ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് പറയുന്നത് ഓപ്ഷൻ B ആണ്. ആദ്യം തന്നെ അത് പറഞ്ഞോളാം. നമ്മുടെ സ്മൈലി ഉണ്ടല്ലോ, നമ്മുടെ സ്മൈലി വരയ്ക്കുന്നത് തിരിച്ചിട്ട ഒരവസ്ഥയാണ് MCBയുടെ. ഇനി ഇതേ രീതിയിൽ തന്നെ MCCBയുടെയും വരും. സ്മൈലി തിരിച്ചിട്ട പോലെ തന്നെ, എന്നിട്ട് അതിലൊരു ബോക്സും കൂടി വരും. അത് നമുക്ക് MCCBയുടെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഓപ്ഷൻ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിമ്പിൾ ഇല്ല. ഓപ്ഷൻ B ആണ് കറക്റ്റ്. ഓപ്ഷൻ C ഫ്യൂസിൻ്റെയും ഓപ്ഷൻ D കാണിച്ചേക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സിമ്പിൾസിൻ്റെ ഒക്കെ ഒരു ക്ലാസ് നമുക്ക് എടുക്കാം. അപ്പോൾ അതിൽ നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. കാരണം ഒരു അൾട്ടിമേറ്റ്ലി ഒരു ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, നമ്മൾ ഡ്രോയിങ് വായിക്കാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.